പലപ്പോഴും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിമർശനങ്ങളും വിമർശനത്തെക്കാൾ ഉപരി പ്രവാചക നിന്ദയോട് കൂടിയിട്ടുള്ള സംസാരങ്ങളും കടന്നു വരുമ്പോൾ അതിൽ എടുത്തു പറയാറുള്ള ഒന്ന് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ എടുത്തു പറയാറുള്ള ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹ ബന്ധത്തെക്കുറിച്ചാണ്. അതോടുകൂടി പ്രവാചകൻ ഒന്നുമല്ലാതായിത്തീരുന്നു സമൂഹത്തിൽ എന്ന് മാത്രമല്ല, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച് പ്രവാചക ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഭൂലോക മനുഷ്യർക്കാകമാനം 40 വർഷക്കാലം തൻ്റെ അറിവിൻ്റെ ഭണ്ഡാരം അവർ പങ്കുവച്ചിട്ടും ഒന്നുമേ ചെയ്യാത്ത, ഒന്നിനും പറ്റാത്ത ഒരു സ്ത്രീയായി ആയിഷ റളിയല്ലാഹു അൻഹയെ ചിത്രീകരിക്കുകയും ആ രൂപത്തിൽ മനുഷ്യ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചക ജീവിതത്തിൽ പ്രവാചകരോടൊപ്പം ജീവിച്ച ആ കുറഞ്ഞ കാലയളവിൽ നിന്ന് തന്നെ മനുഷ്യ സമൂഹത്തെ ഏറ്റവും ഉത്തമമായ സമൂഹമാക്കി വാർത്തെടുക്കാൻ അവർ നമുക്ക് വേണ്ടി സമർപ്പിച്ചത് എന്നത് ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുക എന്നതാണ് ഈ ഒരു അക്കാദമിക് സെമിനാർ കൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഏതൊരു വിഷയവും ഏതൊരു പ്രശ്നവും കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശം മാത്രം എടുത്തുന്നയിക്കുകയും അതുമായി സമൂഹത്തിലേക്ക് അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്നും ഏതു പ്രശ്നവും ഏത് തരത്തിലുള്ള വിഷയങ്ങളും ചർച്ചാ വിഷയമാവുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവായ സൈഡ് എടുത്ത് മനുഷ്യർക്ക് കിട്ടേണ്ടത് ഈ സന്ദർഭത്തിൽ കൊടുക്കാൻ വേണ്ടി പണിയെടുക്കണം എന്ന് ആത്മാർത്ഥതയോട് കൂടി ചിന്തിക്കുകയും അതിനുവേണ്ടി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹ മുതൽ ആയിഷ റളിയല്ലാഹു അൻഹ വരെയുള്ള അദ്ദേഹം വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ വിവാഹ പശ്ചാത്തലം മാത്രം അതിൻ്റെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി മനുഷ്യരുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്താൽ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ധാരാളം ആളുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് സത്യദീനിലേക്ക് കടന്നു വരുമെന്നാണ്. അതിന് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നത് നമുക്ക് നമ്മെ തന്നെ കുറ്റപ്പെടുത്തേണ്ടുന്ന ഒരു വശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാം ഓർത്തു നോക്കുക, ഏതെല്ലാം സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ പലപ്പോഴും ആരും എടുത്തു പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പറയാറില്ലാത്തൊരു വശം മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിഷയാവതരണവും മറ്റ് ധാരാളം സംസാരങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, വൈധവ്യം കൊണ്ട് 40 വർഷം വിപ്ലവം സൃഷ്ടിച്ചൊരു സഹോദരി. നമ്മൾ എങ്ങനെയാണ് വൈധവ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു വിധവയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്വന്തത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ സത്യത്തിൽ ആയിഷ ബീവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു വശം അതിലാണ്. എത്ര സമർത്ഥമായിട്ടാണ് ഓരോ സ്വഹാബിക്കും പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചതിൽ നിന്ന്, പ്രവാചകരെ അനുഭവിച്ചതിൽ നിന്ന്, പ്രവാചകരെ കണ്ടതിൽ നിന്ന്, പ്രവാചകരോടൊപ്പം സഞ്ചരിച്ചതിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ യഥാർത്ഥ ഇസ്ലാമിനെ, യഥാർത്ഥ മനുഷ്യ ജീവിതത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല, അവർ പഠിച്ചതും അവർ കേട്ടതും തെറ്റുണ്ടെങ്കിൽ ആർജവത്തോടു കൂടി തിരുത്താൻ വരെ മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്കിനി ഒന്നുമില്ല, ഞാൻ അങ്ങനെ മരിക്കണവരെ അങ്ങനെ പോവട്ടെ എന്ന് ചിന്തിക്കേണ്ടവളാണോ അങ്ങനെ സ്വന്തം ജീവിതത്തെ
ഒരു ചെറിയ ചട്ടക്കൂടിലേക്ക് മാറ്റേണ്ടവളാണോ ഒരു സ്ത്രീ എന്നത് യഥാർത്ഥത്തിൽ ആയിഷ ബീവി നമ്മോട് ചോദിക്കുന്നില്ലേ? എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ ജീവിതമാണ്, അത് എനിക്കായി എൻ്റെ റബ്ബ് സമർപ്പിച്ചതാണ്. എനിക്ക് എന്തെല്ലാം, എനിക്ക് ഭർത്താവില്ലെങ്കിലും എനിക്ക് മക്കളില്ലെങ്കിലും എനിക്ക് എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുണ്ട്. അത് പൊതുരംഗത്തേക്ക് വരെ അവസാനം ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു വന്നതിലൂടെ മനുഷ്യ തലമുറയെ വളരെയധികം പാഠങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ നൽകുന്നുണ്ട്. ആ പാഠങ്ങളാണ് ഇൻഷാ അല്ലാഹ് തുടർന്ന് നടക്കാനിരിക്കുന്ന നമ്മുടെ സംസാരങ്ങളിലൂടെ നമുക്ക് വരാനിരിക്കുന്നത്. അതിന് ഈ ഒരു സെമിനാറിന് പ്രതിഭയായ ആയിഷ റളിയല്ലാഹു അൻഹയെ നമുക്ക് സമൂഹത്തിലേക്ക് സമർപ്പിക്കുന്നതിന്, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും അൽഹംദുലില്ലാഹ് പ്രതിഭയായ നമ്മുടെ സഹോദരിയെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫാത്തിമ സബരിമാല. നമ്മളൊക്കെ അഭിമാനപൂർവം നമ്മുടെ സോളിഡാരിറ്റി സമ്മേളനത്തിൽ അവരുടെ സംസാരത്തിലെ ഓരോ വരിയും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെയൊക്കെ തന്നെ ഈമാൻ അധികരിക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രചോദനം നൽകിയ അവരുടെ സംസാരം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് നമ്മുടെ ഈ ഒരു അക്കാദമിക് സെമിനാർ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി അവരെ നമുക്ക് ലഭിച്ചതിന്. വിഷയം അധികരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ മുമ്പിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കാനിരിക്കെ ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇങ്ങനെയുള്ളൊരു വലിയ ദൗത്യം ഇനിയും നമുക്ക് നിർവഹിക്കാനുണ്ട് എന്ന ബോധ്യത്തോടു കൂടി എൻ്റെ ആയുസ് തീരും മുമ്പ് എനിക്ക് എൻ്റെ റബ്ബ് തന്ന കഴിവനുസരിച്ച് ഈ മനുഷ്യ സമൂഹത്തിൽ ഛിദ്രതയ്ക്ക് വേണ്ടി, വംശീയ ധ്രുവീകരണത്തിന് വേണ്ടി, മാനവിക മുഖത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഞാൻ അതിൽ രംഗത്ത് വന്ന് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോട് കൂടി ആ വിഷയത്തെ പഠിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായും അതിനോട് സഹകരിക്കുന്നവരുമായ എൻ്റെ സഹോദരിമാർക്ക് സാധിക്കും. അതിന് നമുക്ക് ഈ ഒരു അക്കാദമിക് സെമിനാർ നമുക്ക് പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.